ഇനി നമുക്ക് പാർലമെന്റിലെ വാർത്തയിലേക്ക് പോകാം. പാർലമെന്റിൽ ഭരണഘടനാ ചർച്ചകൾ ഇന്നും തുടരും. ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പ്രസംഗം നടത്തും. കോൺഗ്രസിന് ഭരണഘടനയേക്കാൾ വലുത് അധികാരമാണെന്ന് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിമർശിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമസ്തേ. നമുക്കറിയാം, പാർലമെന്റിൽ ഇന്നലെ ആരംഭിച്ച ഈ ഭരണഘടനയെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നും പുരോഗമിക്കുകയാണല്ലോ. രാജ്നാഥ് സിംഗ് ആണ് കഴിഞ്ഞ ദിവസം കൃത്യമായ വിവരങ്ങൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്. അതായത് കോൺഗ്രസ് തങ്ങളുടെ സ്വന്തം പുസ്തകം എന്നുള്ള നിലയിലാണ് ഭരണഘടന പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അവർ പോക്കറ്റിലാണ് വെച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നെറ്റിയിൽ തന്നെ ഞങ്ങൾ ശിരസിൽ തന്നെ ഭരണഘടന ഞങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രസംഗമാണല്ലോ രാജ്നാഥ് സിംഗ് നടത്തിയത്. ഇന്ന് പ്രധാനമന്ത്രി ഈ ചർച്ചകൾക്ക് മറുപടിയും പറയുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. പാർലമെന്റിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ് പാർലമെന്റും ഒപ്പം രാജ്യവും. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയാണ് പാർലമെന്റിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത്. പിറകെ പ്രതിപക്ഷത്തിലെയും ഭരണപക്ഷത്തിലെയും വിവിധ അംഗങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇന്നും ആ ചർച്ചകൾ തുടരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ തുടങ്ങിയവർ ഇന്ന് സഭയിൽ സംസാരിക്കും. ഈ ചർച്ചകൾക്ക് ഏറ്റവും ഒടുവിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഉണ്ടാവുക. അദ്ദേഹം ഏത് രീതിയിലായിരിക്കും പാർലമെന്റിൽ ഇന്ന് സംസാരിക്കുക എന്നുള്ളതും ഭരണഘടന സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായും രാജ്യത്തിന്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ചുമെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏത് രീതിയിലായിരിക്കും, അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആകാംക്ഷയിൽ തന്നെയാണ് രാജ്യം മുഴുവനുള്ളത്. കാരണം പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിക്കുമ്പോൾ ആ പ്രസംഗം അല്ലെങ്കിൽ ഈ ചർച്ചകൾ തുടങ്ങി വെച്ച രാജ്നാഥ് സിംഗ് വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങളായിരുന്നു കോൺഗ്രസിനെതിരെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർത്തിയിട്ടുള്ളത്. ഭരണഘടനയ്ക്ക് യാതൊരു തരത്തിലുമുള്ള വില നൽകാതെ എപ്പോഴെല്ലാം അധികാരം വേണോ, രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ വേണമോ എന്ന ചോദ്യത്തിന് മുൻപിൽ അധികാരം മതി എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ യുവതലമുറ പോക്കറ്റ് ഡയറി പോലെ ഭരണഘടനയെ കൊണ്ടു നടക്കുന്നു. അവരുടെ മുൻപത്തെ തലമുറ അതിനെടുത്ത് അമ്മാനമാടുന്നത് കണ്ടുകൊണ്ടാകാം അങ്ങനെ ആ ഒരു പോക്കറ്റ് ഡയറി പോലെ ഭരണഘടനയെ കൊണ്ടു നടക്കുന്നത്. BJP ഭരണഘടനയെ ശിരസിലാണ് കൊണ്ടു നടക്കുന്നത്, ഭരണഘടനാ മൂല്യങ്ങളെ വിലമതിക്കുന്നുണ്ട് എന്നതായിരുന്നു ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് സംസാരിച്ചത്. പിന്നീട് വിദേശകാര്യ മന്ത്രി S ജയശങ്കർ കൂടാതെ പ്രിയങ്കയും ഇന്നലെ ലോക്സഭയിൽ സംസാരിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ കുന്തമുനയായിരിക്കും പ്രിയങ്ക എന്നുള്ള വലിയ ബിൽഡപ്പോട് കൂടിയായിരുന്നു പ്രിയങ്കയെ പാർലമെന്റിലേക്ക് എത്തിച്ചതെങ്കിലും ആദ്യ പ്രസംഗത്തിൽ തന്നെ അബദ്ധങ്ങളായിരുന്നു പ്രിയങ്കയ്ക്ക് പറ്റിയത് എന്നുള്ളതാണ് ആ പ്രസംഗം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ടോ അതിന്റെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടോ സംസാരിക്കാതെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തി, അതിലും സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ ആ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. അത് ഹിമാചൽ പ്രദേശ് സർക്കാരിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ പരിശോധിക്കണം, അത് മുതലാളിമാർക്ക് വേണ്ടിയുള്ളതാണ്, അവിടെ കർഷകർ വലിയ ദുരിതം അനുഭവിക്കുകയാണ് തുടങ്ങി രൂക്ഷ വിമർശനം ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരെ പ്രസംഗത്തിൽ പ്രിയങ്ക ഉയർത്തിയിരുന്നു. എന്നാൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിക്കുന്നത് എന്ന കാര്യം പോലും ആലോചിക്കാതെയാണ് അത്തരത്തിലൊരു വിമർശനം പ്രിയങ്കയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലൊരു അബദ്ധം പിടഞ്ഞ പ്രസംഗമായിരുന്നു പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം ലോക്സഭയിൽ ഉണ്ടായത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കും. രാജ്യത്ത് ക്രമസമാധാന നില സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അതിർത്തി വിഷയങ്ങൾ, ഒപ്പം ഭീകരവാദത്തിനെതിരെ രാജ്യം സ്വീകരിക്കുന്ന നടപടികൾ, ഒപ്പം ഭരണഘടനാ മൂല്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ഇക്കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ചർച്ചകൾക്ക് ഏറ്റവും ഒടുവിലായിരിക്കും രാജ്യത്തിന്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുക. ആ മറുപടി പ്രസംഗത്തിൽ എത്രത്തോളം രാഷ്ട്രീയം നിറഞ്ഞ വാക്കുകൾ ഉണ്ടാകും, അതായത് കോൺഗ്രസിന് രൂക്ഷമായിട്ടുള്ള വിമർശനം ആ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ നമുക്കറിയാം, ഭരണഘടനാ മൂല്യങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നിരവധി തവണ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ഭരിക്കുമ്പോൾ. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ
ഭരണഘടന പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കുന്നത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം നിരവധി വേദികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിലെ മറുപടി പ്രസംഗത്തിലും പ്രധാനമന്ത്രിയുടെ വാക്കുകളുണ്ടാവും. ഈ ഒരു മറുപടി പ്രസംഗത്തിന് ശേഷം പിന്നീട് സഭാ നടപടികൾ അടുത്ത ദിവസങ്ങളിലും തുടരും. 20-ാം തീയതി വരെയാണ്, നവംബർ 25-ന് തുടങ്ങി ഈ മാസം 20-ാം തീയതി വരെയാണ് നിലവിൽ പാർലമെന്റിന്റെ സമ്മേളന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി 20-ാം തീയതിക്ക് മുൻപേ തന്നെ സഭാ സമ്മേളനം പിരിയും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഓക്കെ.